ഇതാണ് ഹോർമോൺ ചേഞ്ച് ആണ് ട്രാൻസ്ജെൻഡർ ആവുന്നത്. ഹോർമോൺ ചേഞ്ച് മാത്രമല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അല്ലാതെ നമ്മുടെ സെയിം ജെൻഡറിനോട് ഒരു ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ കല്യാണം താല്പര്യം തോന്നുന്നത് അതൊരു നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ആണോ, അത് ഇതുപോലെ തന്നെയുള്ള ഒരു ഹോർമോൺ ചേഞ്ച് ആണോ? ഹെട്രോസെക്ഷുവൽസിന് ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു സ്ത്രീ നോർമലി ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹോമോസെക്ഷൽസിനും അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോ നമ്മുടെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇതിൽ ലെസ്ബിയൻ കപ്പിൾസ് അല്ലെങ്കിൽ ഗേ കപ്പിൾസ് എന്ന് പറയാനായിട്ടുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞത് ഒരുപാട് കൂടും, ഇഷ്ടംപോലെ പേരാവും. നോർമലായിട്ട് ഒരു ഗേളും ബോയും കല്യാണം കഴിക്കുന്നത് പോലെ തന്നെ ഗേളും ബോയും കല്യാണം കഴിപ്പ് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ കുറയില്ലേ? അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നിങ്ങൾ കൂടും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്, ഇതിനെ ഓവർകം ചെയ്യുന്നതാണ്, അതായത് ഹെട്രോസെക്ഷൽസിനേക്കാൾ കൂടുതൽ വരും. അങ്ങനെയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാലം നിങ്ങൾ എത്ര എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എപ്പോഴും മെജോറിറ്റി ഹെട്രോസെക്ഷൽസ് തന്നെയായിരിക്കും. ഇതെപ്പോഴും ഒരു 10%, 5% ആ ഒരു ലെവലിലാണ് അത് നിൽക്കുക. അത് എപ്പോൾ പോയാലും അങ്ങനെ നിൽക്കുള്ളൂ. നിങ്ങൾ കൂടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇത് കൂടുതൽ ഇത്തരം വിവാഹങ്ങളും ഇത്തരം ബന്ധങ്ങളും നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത്ര നാളത് പറഞ്ഞ അടിയുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ഇവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇത് പറയാനുള്ള സാഹചര്യം വന്നാൽ അവരത് ഓപ്പണായിട്ട് ചെയ്യും, അത്ര വ്യത്യാസമുള്ളൂ. എന്ന് വെച്ചാൽ അവർക്കും സമാധാനമായിട്ട് ജീവിക്കാം.